നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. സത്യഭാമ ടീച്ചറാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ RLV രാമകൃഷ്ണനെ വിമർശിച്ച ആ ടീച്ചർ ഇപ്പോ വിമർശിച്ചിരിക്കുന്നത് മറിമായം സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ സ്നേഹ എന്ന നടിയെയാണ്. എന്തിനാണ് ഇവർ സ്നേഹ എന്ന നടിയെ വിമർശിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട അന്നത്തെ വിവാദത്തിൽ സ്നേഹ ഇവർക്ക് എതിരായി സംസാരിക്കുകയും RLV രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോ സത്യഭാമ ടീച്ചർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സത്യഭാമ ടീച്ചറെ എല്ലാവരും എടുത്ത് എയറിലാക്കി വെച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകളും സത്യഭാമ ടീച്ചർക്ക് എതിരെയാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ചില വസ്തുതകൾ പറഞ്ഞുകൊണ്ട് സത്യഭാമ ടീച്ചറെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇവിടെ എല്ലാവരും സത്യഭാമ ടീച്ചർ മോശമാണ്, സത്യഭാമ ടീച്ചർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ സത്യഭാമ ടീച്ചർ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ സംഭവിച്ചത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ് എന്ന് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ കുറെ വർഷങ്ങളായി കഠിനാധ്വാനം നടത്തിയിട്ടും നടക്കാത്ത കാര്യം ഈ പറയുന്ന സത്യഭാമ ടീച്ചറുടെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വിമർശനം കൊണ്ട് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരൻ നേടിയെടുത്തു എന്നുള്ളതാണ്. കാരണം RLV രാമകൃഷ്ണന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടി. അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് സത്യഭാമ ടീച്ചർ അദ്ദേഹത്തെ വിമർശിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാരണം അത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ കലാപ്രവർത്തനവുമായിട്ടും ഡാൻസ് പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് നടക്കുന്നത് ലളിതകലാ അക്കാദമിയിൽ KPC ലളിത അധ്യക്ഷനായിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും RLV രാമകൃഷ്ണൻ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോ അതിന് ആദ്യം RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരൻ നന്ദി പറയേണ്ടത് സത്യഭാമ ടീച്ചറോടാണ്. രണ്ടാമത്തെ കാര്യം, സത്യഭാമ ടീച്ചർ കറുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മലയാളികൾക്ക് കറുപ്പ് എന്നുള്ള ഒരു കളറിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ മലയാളത്തില് 14 ജില്ലകളുള്ള കേരളത്തിൽ എത്രയോ ചാനലുകളാണുള്ളത്. ഈ ചാനലുകളിൽ ഒന്നും തന്നെ റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, വാർത്ത വായിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, മറ്റ് എന്റർടൈൻമെന്റ് പരിപാടികളായിക്കോട്ടെ, ഒരു സ്ഥലത്തും കറുപ്പ് തൊലി നിറമുള്ള ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ആങ്കർ ആയിട്ട് ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കറുപ്പിനെ കേരളത്തിലുള്ള ആളുകൾ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മടി നിലനിൽക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് അന്ന് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്, ഇവര് എന്തൊരു സ്ത്രീയാണ്, നമ്മൾ അങ്ങനെയാണെങ്കിൽ രജനീകാന്തിനെ നോക്കൂ എന്ന്. രജനീകാന്ത് തമിഴ്നാട്ടിലാണ് സാർ. തമിഴ്നാട്ടിൽ എല്ലാവരും കറുത്തവരാ. അവിടെ ഒരു വെളുത്തവനെ പിടിച്ചിട്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കേരളത്തിലെ കാര്യം പറയുമ്പോൾ നൈസായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകും. ഇരട്ടത്താപ്പം കാണിക്കുന്ന പരിപാടിയാണ് മലയാളികൾക്ക് മൊത്തം ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ചെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് എടുത്തു നോക്കുക, മലയാള സിനിമയിൽ ആരാണ് ഒരു കറുത്ത നായകനുള്ളത്? ഒരു വിനായകൻ എന്ന് പറയും. വിനായകൻ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ വേറെ ഏത് നടനാണ് കറുത്ത നിറമുള്ള നടനുള്ളത്? പോട്ടെ, കറുത്ത നിറമുള്ള ഒരു നടി നായികയാവണത് എവിടെയാണ്? അപ്പൊ അവര് പറഞ്ഞതിൽ കാര്യമില്ലേ? അവര് പറഞ്ഞതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ പൊതുസമൂഹത്തിൽ വെളുത്തവരെ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പൊ അന്ന് ആ പറഞ്ഞതുകൊണ്ട് ഒരു കറുത്ത പെൺകുട്ടി ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ടൊക്കെ പാടി ഹിറ്റായി. അവരിപ്പോ ഒരുപാട് ഷോസുകൾ ചെയ്യുന്നു. അപ്പോ അത് അങ്ങനെയല്ല, അവിടെ കറുത്തവരെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടി മലയാളികൾ ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുകയും അവരിപ്പോ നല്ല രീതിയിൽ പാടി ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാഴ്ചയും കണ്ടു. അത് ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ മലയാളികൾക്ക് കറുപ്പിനോടുള്ള പുച്ഛം മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ പ്രതിഫലിക്കുകയാണ് സത്യഭാമ ടീച്ചറുടെ പ്രസ്താവന കൊണ്ട് ഉണ്ടായത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോ സ്നേഹയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നേഹയെ വലിയൊരു രീതിയിലാണ് ബോഡി ഷെയ്മിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ബോഡി ഷെയ്മിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് സത്യഭാമ ടീച്ചർ കുറെ വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. അവർ കലാമണ്ഡലത്തിലേക്ക് പോകുന്നു ഡാൻസ് പഠിക്കാൻ. അവിടെ ഇന്റർവ്യൂവിൽ ചെന്നിട്ട് അവർ അതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് ഓട്ടംതുള്ളലില് സ്നേഹ ഓട്ടംതുള്ളൽ പഠിക്കാൻ കാരണമായത് എന്നൊക്കെയാണ്. അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ സത്യഭാമ ടീച്ചർക്ക് ഇവരെ പേഴ്സണലായിട്ട് അറിയുമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് സത്യഭാമ ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയാൻ സത്യഭാമ ടീച്ചർക്ക് മാത്രമേ അവകാശമുള്ളൂ. കാരണം സ്നേഹ സത്യഭാമ ടീച്ചറെയാണ് RLV രാമകൃഷ്ണന്റെ സംഭവമായിട്ട് എതിർത്ത് സംസാരിച്ചത്. തീർച്ചയായിട്ടും അതിന് ഒരു റിപ്ലൈ കൊടുക്കേണ്ട ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഈ പറയുന്ന സത്യഭാമ ടീച്ചർക്കുണ്ട്. അതാണ് കുറച്ച് വൈകിയാണെങ്കിലും സത്യഭാമ ടീച്ചർ ഇപ്പൊ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇവർ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റ് എന്താണെങ്കിൽ, സ്നേഹയുടെ
ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് സത്യഭാമ ടീച്ചർ പിൻവലിക്കേണ്ടതാണ്. സ്നേഹയെ കുറിച്ച് പറയുമ്പോൾ സ്നേഹയെ കുറിച്ച് മാത്രം പറയാം, അല്ലാതെ ഒരു പുരുഷനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുമായിട്ടുള്ള റിലേറ്റ് ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ച് മോശം പറയുക, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒപ്പം തന്നെ ഇത്രയും ബോഡി ഷേമിങ്, അവരുടെ കവിള് തുടുത്തു അങ്ങനെ എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം കുറച്ചെങ്കിലും സ്നേഹയ്ക്ക് കിട്ടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പൊടി അഹങ്കാരം സ്നേഹയ്ക്ക് കൂടുതലാണ്. ഞാൻ ഓട്ടംതുള്ളിയിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞ കലാകാരിയാണ് എന്നുള്ളൊരു ധാർഷ്ട്യം ഉള്ളൊരു കലാകാരി കൂടിയായിട്ടാണ് സ്നേഹ എനിക്ക് പല ഇന്റർവ്യൂവിലും തോന്നിയിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ആങ്കറുടെ അടുത്തേക്ക് തട്ടിക്കേറുകയും, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. അപ്പോൾ ആ തൊഴിലിനെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കലാകാരി എന്ന നിലയിലൊക്കെ സ്നേഹ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഞാൻ ഭയങ്കര കോലോത്ത കലാകാരിയാണെന്നുള്ളൊരു ധാർഷ്ട്യം 100% സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം കുറെ കൂടെ മിതത്വം പാലിക്കണം. RLV രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്രയും അവർ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അവർ നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്നുണ്ട്, അവർ അത്രയും സീനിയർ ആണ്. അപ്പോൾ അത്രയും സീനിയർ ആയ ഒരാളോട് ഇത്രയും ഒരു ജൂനിയർ ആയിട്ടുള്ള RLV രാമകൃഷ്ണനോടൊപ്പം ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ, അതും ഒരു കലാകാരി ചോദിക്കുന്ന ഒരു പ്രവണത ഒട്ടും തന്നെ ശരിയല്ല. ഒരുപാട് ആളുകൾ ഇതിനെതിരെ വന്നിട്ട് അന്ന് സംസാരിച്ചിരുന്നു. ആളുകൾ എന്താണ് കാര്യങ്ങളൊക്കെ പറയും. അതുപോലെയല്ല ഒരു കലാകാരി ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നത്. അതിൽ സ്നേഹയ്ക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. സത്യഭാമ ടീച്ചറുടെ ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. രണ്ടുപേരും കലാകാരികളാണ്, ദൈവാനുഗ്രഹമുള്ളവരാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്രയും നാളൊക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും അഹങ്കരിക്കാൻ നിൽക്കരുത്. സുരാജ് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു കാലിൽ ഒരു മുള്ളു കുത്തിയ തീരുന്നതേ ഉള്ളൂ ഈ കല എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും മാന്യത പുലർത്തി പൊതുസമൂഹത്തിൽ ഇടപെടാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.